ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മളൊരു ചെറിയ വ്ളോഗാണ് ചെയ്യുന്നത്. കേക്ക് ഓർഡറുകളുള്ള ഒരു ദിവസത്തെ ഒരു കുട്ടി വ്ളോഗ്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 2 ചോക്ലേറ്റ് കേക്ക് ചെയ്തെടുക്കണം. അതായത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച്, അതിൽ നിന്ന് ഒരെണ്ണം 1 kg ബ്ലാക്ക് ഫോറസ്റ്റും ഒരെണ്ണം 1 kg മിൽക്ക് കേക്കുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ഒരുമിച്ചാണ് ബാറ്റർ ചെയ്തെടുക്കുന്നത്. 6 മുട്ട വെച്ചിട്ടാണ് കേക്കിൻ്റെ സ്പഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയും പിന്നെ ചോക്ലേറ്റ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റെസിപ്പി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയതിനു ശേഷം കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടും 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. ഇപ്പോൾ 1 kg ഇപ്പോൾ ചിലവർ ചോദിക്കാറുണ്ട് 1 kg ഒക്കെ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് മേടിക്കേണ്ടതെന്നൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഞ്ചിൻ്റെ അളവ് അറിയുന്നില്ലെങ്കിൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ മതി 1 kg ബേക്ക് ചെയ്യാനാണെന്ന്. അപ്പോൾ നമ്മൾ ഓവന് മേടിച്ചിട്ടുണ്ട് കേട്ടോ, OTG ഓവന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇൻഷാ അല്ലാ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാത്തത്. അപ്പോൾ ഒരു 40 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് എടുത്ത് മാറ്റിയതിന് ശേഷം ചൂടൊക്കെ മാറിയിട്ട് നമുക്കിതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ചൂടെല്ലാം മാറിയിട്ട് ഞാൻ ആദ്യം തന്നെ മിൽക്ക് കേക്കാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ 2 കേക്കും നമുക്ക് ഒരുമിച്ചാണ് ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം രണ്ടും ഈ മിൽക്ക് കേക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിൽക്ക് കേക്കിൻ്റെ റേറ്റ് വന്നിട്ട് 1000 രൂപയാണ് ഞാൻ വാങ്ങുന്ന റേറ്റ്. അപ്പം ന്യൂ ഇയർ ഓഫർ ആയതുകൊണ്ട് 950 രൂപയ്ക്കാണ് ഞാനിത് സെയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി വന്ന സോസ് ഒരു ചെറിയ ബോട്ടിലാക്കിയിട്ടും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലും നമ്മുടെ സ്റ്റിക്കർ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം ആയപ്പോഴേക്കും നല്ല മഴയുണ്ടായിരുന്നു പുറത്ത്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 31-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അന്ന് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയുണ്ടായിരുന്നു. ഏകദേശം ഒരു 3 മണി ആ സമയത്തൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ചെറുതായിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 2 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്, 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ചെയ്തെടുക്കുമ്പം കുറച്ച് പേര് കമൻറ്റ് ചെയ്തിരുന്നു നമ്മുടെ ഈ ചോക്ലേറ്റ് കയ്യിൽ അങ്ങ് ഒട്ടിപ്പിടിക്കുന്നു എന്ന്. അതിന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ ഫ്രീസറിലോ ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല. നല്ല നീറ്റായിട്ട് നമുക്കിതിന് സൈഡിലൊക്കെ അങ്ങ് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ദേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 kg വെയിറ്റ് വരുന്ന കേക്കാണ്. ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കാണ്. ഹാപ്പി ന്യൂ ഇയറും കൂടി നമുക്കിതിൻ്റെ മുകളിലായിട്ട് അങ്ങ് എഴുതി കൊടുക്കാം. ഒരു 5:30ക്കാണ് നമുക്ക് ഈ കേക്ക്സ് എല്ലാം അവരുടെ അടുത്തേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഈ 2 കേക്ക്സും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണ്, അതായത് അധികം ദൂരമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാമെന്ന് കരുതി. യൂഷ്വലി ഹോം ഡെലിവറി ഇവിടെ ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. ഇവിടെ വന്നിട്ട് മേടിക്കാറാണ് പതിവ്. പക്ഷേ തൊട്ടടുത്തായതുകൊണ്ടും പിന്നെ ന്യൂ ഇയർ സ്പെഷ്യൽ കേക്കും പിന്നെ അധികം ദൂരമില്ലേ കസ്റ്റമേഴ്സ് തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കാം എന്ന് കരുതി. അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം പിന്നീട് രാത്രി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് റോട്ടിസറിയാണ്. അപ്പോൾ അതിനായിട്ട് ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വിത്തൗട്ട് ഓവനല്ല എപ്പോഴും ചെയ്യാറ്. അപ്പം പാൻ എന്ന് പറഞ്ഞിട്ട് ഓവനിന്ന് വരുന്നില്ല. അപ്പോൾ ഓവന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കനെല്ലാം ഞാനിവിടെ മസാല ഒക്കെ തേച്ചിട്ട് രാവിലെ വെച്ചിട്ടുണ്ട്. ഞാനല്ല, ഉമ്മയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. കാരണം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ ഓവന് യൂസ് ചെയ്തിട്ട്. അപ്പോൾ പിസ്സ, നമ്മുടെ റോട്ടിസറി, കേക്ക്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഞാൻ ഓവൻ്റെ റിവ്യൂ ചെയ്യാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതുപോലെ കമ്പിയിൽ കോർത്തതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറേ വീഡിയോസ് റെഫർ ചെയ്തിട്ടാണ് ഈ റോട്ടിസറി ഉണ്ടാക്കുന്നതൊക്കെ പഠിച്ചിട്ടുള്ളത്. സലു കിച്ചനൊക്കെ നോക്കിയിട്ടാണ് ഈ റോട്ടിസറിയുടെ എങ്ങനെയാണ് അത് ഹാൻഡിൽ വെക്കുക എന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ റോട്ടിസറിൻ്റെ ഫംഗ്ഷനിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഹാൻഡിൽ വെച്ച് കൊടുത്ത ഉടനെ തന്നെ അത് തിരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 60 മിനിറ്റാണ് ഇത് കുക്ക് ചെയ്യാനെടുത്ത ടൈം. ടെമ്പറേച്ചർ 200-250 ഡിഗ്രിയുടെ ഇടയ്ക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ദേ ഒരു 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ ആയപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാനിത് എടുത്ത് കാണിച്ചു തരാം. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയതെന്ന് അറിയോ. ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും തന്നെ വേവാത്തൊരവസ്ഥ വന്നിട്ടേ ഇല്ല. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഡബിൾ ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം ഉറപ്പായിട്ടും ഞാൻ ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യും ഒരു ദിവസം. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് കഴിക്കാനായിട്ട്. കണ്ടില്ലേ, നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്നൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കരുതി കേക്കിൻ്റെ സ്പഞ്ച് ഒന്ന് ചെയ്തെടുത്തിട്ട് ബാക്കി ഫുഡ് കഴിക്കൽ പരിപാടികളിലേക്ക് പോകാമെന്ന്. ഇത് പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്തു. ന്യൂ ഇയർ ആയതുകൊണ്ട് അവർക്ക് 12 മണിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 11:30 ആകുമ്പോൾ കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പം അതിനുള്ള പ്രിപ്പറേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പഞ്ച് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് ഫുഡ് കഴിക്കാനുള്ള ടൈമായി. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നീട് കേക്കിൻ്റെ പരിപാടിയിലേക്ക് നിന്നു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. കേക്ക് ഇതേ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ്. അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല എന്ന് എനിക്കറിയാം. അവർ ചോക്ലേറ്റ് റഫിളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, ഓരിയോ ഫഡ്ജിൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഒരു 11:30 ഒക്കെ ആയപ്പോഴേക്കും അവർ വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കേക്ക് പാക്ക് ചെയ്യാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ ഈ കേക്കാണ് നമ്മുടെ ഈ വർഷത്തെ 2020 അവസാനത്തെ കേക്ക് ഇതായിരുന്നു. ഞാൻ കരുതിയത് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആയിരിക്കും എന്നാണ്. പക്ഷെ അല്ല, ഇത് പെട്ടെന്ന് വന്ന ഓർഡർ ആയതുകൊണ്ട് ഈ കേക്കാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടിയ ഓർഡർ. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വിശേഷങ്ങൾ. എനിക്ക് കിട്ടിയ ഓർഡേഴ്സിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്